ന്യൂസിലാൻഡിനെതിരായ ഫൈനൽ പോരാട്ടത്തിനായി ടീം ഇന്ത്യ ഇറങ്ങുകയാണ്. ടീം ഇന്ത്യയുടെ പ്ലേയിങ് ഇലവനുമായി ബന്ധപ്പെട്ട നിർണായക അപ്ഡേറ്റുകൾ എത്തിയിട്ടുണ്ട്. വെർച്വൽ ക്വാർട്ടർ ഫൈനൽ, സെമി ഫൈനൽ മത്സരങ്ങൾക്ക് ഒരേ ടീമുമായി തന്നെയാണ് ടീം ഇന്ത്യ ഇറങ്ങിയത്. എന്നാൽ രണ്ട് മത്സരങ്ങളിലെയും ചില താരങ്ങളുടെ പോരാട്ടങ്ങൾ തീർച്ചയായിട്ടും ടീം ഇന്ത്യയെ സംബന്ധിച്ച് മാറ്റങ്ങൾക്കുള്ള സാധ്യതകൾ തുറന്നിട്ടിരുന്നു. അഭിഷേക് ശർമ്മ ഫോമിലേക്ക് എത്താതിരുന്നതും സെമിയിൽ ടീമിലെ സ്പെഷ്യലിസ്റ്റ് സ്പിന്നറായ വരുൺ ചക്രവർത്തി തല്ലുകൊണ്ടതും ഉൾപ്പെടെ ആരാധകരെ സംബന്ധിച്ച് ഫൈനൽ പോരാട്ടത്തിനുള്ള ചോദ്യങ്ങൾ പലതായി ഉയർന്നിരുന്നു. കിരീട പോരാട്ടത്തിനായി ഇറങ്ങുമ്പോൾ ടീം ഇന്ത്യയുടെ പ്ലേയിങ് ഇലവനിൽ ഒരു മാറ്റമുണ്ടെന്നുള്ള റിപ്പോർട്ടുകൾ കാണുന്നുണ്ട്. വരുൺ ചക്രവർത്തിക്ക് പകരം കുൽദീപ് യാദവ് ടീം ഇന്ത്യയുടെ പ്ലേയിങ് ഇലവനിലേക്ക് എത്തുമെന്നുള്ള ഒരു അപ്ഡേറ്റാണ് വന്നിരിക്കുന്നത്. ടോപ്പ് ഓർഡറിൽ അഭിഷേക് തുടരുമെന്നും ഈ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നുണ്ട്. ഒട്ടേരയിലെ പിച്ചിൽ മികച്ച റെക്കോർഡുള്ള താരമാണ് കുൽദീപ് യാദവ്. വരുൺ ചക്രവർത്തി മോശം ഫോമിലായ സാഹചര്യത്തിൽ കുൽദീപിന്റെ സ്പിന്നിന് ടീം ഇന്ത്യയെ സംബന്ധിച്ച് നിർണായക സ്വാധീനമുണ്ട് എന്നും സെമിയിലെ പ്ലേയിങ് ലെവലിൽ നിന്ന് ഈ ഒരു മാറ്റവുമായിട്ടായിരിക്കും ടീം ഇന്ത്യ ഫൈനലിനായി ഇറങ്ങുന്നത് എന്നുമാണ് ക്രിക്ബസ് പുറത്തുവിട്ട ഏറ്റവും പുതിയ റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. മണ്ണൊഴുകുന്ന അഹമ്മദാബാദിലെ പിച്ചിൽ ടോസ് നിർണായകമായി മാറുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ടോസ് ലഭിക്കുന്ന ടീം അതുകൊണ്ട് തന്നെ ബാറ്റിംഗ് തിരഞ്ഞെടുക്കാനുള്ള സാധ്യതകളാണ് പറയുന്നത്. T20 റാങ്കിങ്ങിൽ 1-ാം നമ്പറിലുള്ള ബൗളറായ വരുൺ ചക്രവർത്തി കഴിഞ്ഞ എല്ലാ മത്സരങ്ങളിലും ഒരേ രീതിയിൽ തന്നെ ഫോം ഔട്ട് ആവുകയായിരുന്നു. അതേപോലെ തന്നെ അഭിഷേക് ശർമ്മയുടെ കാര്യവും ടീം ഇന്ത്യയെ സംബന്ധിച്ച് ആശങ്ക നൽകുന്നതാണ്. സിംബാബ്വേക്കെതിരായ ഒരു മത്സരത്തിൽ മാത്രം ഫോമിലേക്ക് എത്തിയതൊഴിച്ചാൽ ലോകകപ്പിന്റെ ആദ്യ മത്സരങ്ങളിലും അവസാന മത്സരങ്ങളിലും അഭിഷേക് വൻ ഫ്ലോപ്പായി തന്നെ തുടരുകയാണ്.